യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് നെക്ക് ഡിസൈനാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഞാനിവിടുന്ന് കഴുത്തിൻ്റെ അകലം എടുത്തിട്ടുള്ളത് ഒരു സൈഡിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ മടക്കി വെച്ചിട്ടാണ് ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ളത്. 3 ഇഞ്ചാണ് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 3 ഇഞ്ച്. ടോട്ടൽ നമ്മുടെ കഴുത്തിൻ്റെ അകലം 6 ഇഞ്ചും കഴുത്തിൻ്റെ ഇറക്കം എടുത്തിട്ടുള്ളത് 6 ഇഞ്ചുമാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 6 ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശത്തു നിന്നും അവിടെ നിന്ന് താഴത്തേക്ക് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ 3/4 ഇഞ്ച് എന്തിനാണ് മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് തയ്യൽ തുമ്പ് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആ 3/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഡിസൈൻ നോക്കാം. ഡിസൈൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് നമുക്ക് കസ്റ്റമർ തന്നെ ഡിസൈൻ കേട്ടോ. അപ്പോൾ ഇത് ആദ്യം വരുന്ന ആദ്യത്തെ ലെയർ കട്ട് ബീഡാണ് വരുന്നത്. അപ്പം ഞാൻ 1 സൈഡ് ഫൂട്ട് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 1 സൈഡ് ഫൂട്ട് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. 1 സൈഡ് ഫൂട്ട് കയ്യിലുണ്ടെങ്കിൽ അവരെന്താക്കുക, ഇത് ഈ ഒരു അളവ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഈ ഒരു നെക്കിൻ്റെ അളവ് തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ 1 സൈഡ് ഫൂട്ട് കയ്യിലില്ലാത്തവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിതിപ്പോൾ കഴുത്ത് വരച്ചില്ലേ, കഴുത്ത് വരച്ചതിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഒരു 1/2 ഇഞ്ച്, കഴുത്ത് വരച്ചതിൻ്റെ അടുത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് ഇതുപോലെ പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു നെക്കും കൂടി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞത് സാധാരണ ഫൂട്ട് ഉപയോഗിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ചെയ്യണം കേട്ടോ. ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട്, കാരണം അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. 1 സൈഡ് ഫൂട്ട് ഉള്ളവരാണെങ്കിൽ ഇത് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ അത് വന്നു. അതിന് ശേഷം ഉള്ള ഡിസൈൻ ഞാൻ ചെറിയതാ നമ്മളെ സ്കാൽപ്പൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യല്ലെങ്കിൽ അതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ടത് ഇതുപോലെ ഇവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കറക്റ്റ് ആ 3/4 ഇഞ്ചിൻ്റെ അടുത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. അതിന് ശേഷം അതിന് തൊട്ടടുത്ത് ആദ്യമേ ഇതുപോലെ വെക്കുക, ഒന്ന് ആദ്യമേ വരച്ചെടുക്കുക. അങ്ങനെ ഫുള്ള് നമുക്ക് ഇവിടം വരെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്താക്കി വെച്ചാൽ, നമ്മൾ ഈ ഷോൾഡറിൻ്റെ എടുക്കുന്ന ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത്, ഷോൾഡറിൻ്റെ എടുക്കുന്ന ഇങ്ങോട്ടേക്കും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തും, അതുപോലെ ഓപ്പോസിറ്റ് വശത്തേക്കും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്താക്കി, ഇവിടുന്ന് നെക്കിൻ്റെ ഇവിടുന്ന് താഴത്തേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് പോയാൽ മതി. അത് നമുക്ക് ഇവിടെ ഫില്ലാക്കിയല്ലോ. അപ്പം ട്രേസ് എടുത്താൽ പിന്നെ അതിൻ്റെ ആ ഒരു അളവ് കാണും. ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ട് വന്നതേ ഇല്ല. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇടയിലെ ഡോട്ട്, കാരണം അവിടെ കുറച്ച് ബീഡ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്താണൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുപോലെ വരക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി എടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാനുണ്ട്. കാണിച്ചു തരാം ഒരു മിനിറ്റ് ഡിസൈൻ. അതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഇടയില്ലേ, ഈ ഇടയിൽ താഴത്തേക്ക് ഇതുപോലെ കട്ട് ബീഡ്സ് കൊടുക്കണം. അതിന് ശേഷം അവിടുന്ന് സൈഡിലോട്ട് ഇതുപോലെ വരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ വരക്കണം. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക. അതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരാം, ഇങ്ങനെ കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് കാർബൺ പേപ്പർ എടുത്തിട്ടുണ്ട്. വൈറ്റ് കളറാണ് എടുത്തത്. എൻ്റെ ഏകദേശം മെറ്റീരിയൽ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ. ഈ ഒരു കളർ മെറ്റീരിയലാണ്. അപ്പോൾ അതിന് ഗോൾഡിനേക്കാളും, അതായത് നമ്മുടെ യെല്ലോവിനേക്കാളും കുറച്ചും കൂടി വൈറ്റ് കളറിൽ നമുക്ക് കളറ് ചെയ്യുമ്പോൾ കാണുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഷാളിനും ഒന്ന് ടോപ്പിനും, അങ്ങനെ 2 എണ്ണമാണ് കേട്ടോ മെറ്റീരിയൽ ഉള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ട്രേസ് എടുത്തിട്ട് വരാം. അതിനുശേഷം മെറ്റീരിയൽ ഇതുപോലെ ട്രേസിങ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലും ഇതുപോലെ നമ്മൾ ഡിസൈൻ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ ചെയ്ത് സൈഡ് ഓപ്പൺ ടോപ്പാണ് കേട്ടോ. നമ്മുടെ അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് സെൻറ്ററിലാണ് ഇപ്പോൾ നെക്ക് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു വശത്ത്, അതായത് മെറ്റീരിയലിൻ്റെ ഒരറ്റത്താണ് കൊടുക്കുന്നത്. പിന്നെ
ഫ്രണ്ട് വശത്തേക്കായാലും ബാക്ക് വശത്തേക്കായാലും 2 അറ്റം ഉണ്ടാവില്ല, അതിൽ ഏതെങ്കിലും ഒരു അറ്റത്തായിട്ട് നമുക്കിതുപോലെ അറ്റത്തിന് കുറച്ച് താഴത്തേക്ക് വിട്ടിട്ട് നമുക്കിതുപോലെ ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്ത്, കണ്ടില്ലേ ഇത്ര പോലെ സ്പേസ് വിട്ടിട്ട് നമുക്ക് ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ആരി വർക്കിലാണ്. നിങ്ങൾ നോർമലായിട്ട് സാധാരണ സൂചി ബേഡ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ബാക്ക് സ്റ്റിച്ച് ഇട്ട് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. ഓരോരു നീഡിൽ അതായത് നീഡിൽ ഓരോരോ കട്ട് ബീഡ് എടുക്കുക. ഇതുപോലെ തന്നെ സാധാരണ നമ്മൾ ചെയ്യില്ല, അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. എനിക്കിതിന് കുറച്ച് വേഗം കൊടുക്കേണ്ടതായതുകൊണ്ട് ഞാൻ ആരി വർക്ക് നമുക്ക് കുറച്ചും കൂടി സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ വിചാരിച്ചിട്ടാണ് ആരി വർക്കിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് വരച്ച നെക്കിൻ്റെ ആ ഒരു ഇതില്ലേ അതിൽ നമുക്ക് എന്താ ചെയ്യാം, കട്ട് ബീഡ്സ് തൊട്ട് ഒരു ലെയർ ഫുള്ളായിട്ടൊന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് മൊത്തം കട്ട് ബീഡ്സ് വെച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്കാൽപ്പിൻ്റെ ആ മോഡലിൽ നമ്മൾ ചെറിയൊരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് വരച്ചില്ലേ, ആ ഒരു ലെയറും നമുക്ക് എന്താ ചെയ്യാം, ഇതുപോലെ തന്നെ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഫാസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോക്ക് ലെങ്ത്ത് വരുന്നതുകൊണ്ടാണ്. സാധാരണ നമുക്ക് കട്ട് ബീഡ്സൊക്കെ ഇങ്ങനെ ചെയ്യാൻ അറിയുന്നുണ്ടാകുന്ന വിചാരിക്കും. കാരണം ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സൂചി നൂലും സ്ട്രൈറ്റ് ലൈൻ വരുന്ന സമയത്ത് കട്ട് ബീഡ്സ് ഇങ്ങനെ ഒരുപാട് കാണിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. അതിനുശേഷം നമുക്ക് അതിനേക്കാളും നമ്മൾ നേരത്തെ കട്ട് ബീഡിനേക്കാളും കുറച്ച് വലിയ സൈസ് കട്ട് ബീഡ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഇതുപോലെ കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു സീക്വൻസ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെൻറ്റർ, അതായത് ആ സ്കാൽപ്പ് വരച്ചില്ല അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലാക്കാം. അത് സെൻറ്ററിലേക്ക് ഒന്ന് കൊടുക്കുക. അതിനുശേഷം 2 സൈഡിലേക്കായിട്ടും ഓരോന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ല ഇതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ വശത്തും ഇതുപോലെ 3 വെച്ചിട്ട് എല്ലാത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ളി ഫിനിഷ് ചെയ്തു. അതിന് ശേഷം നമ്മൾ താഴത്തേക്ക് 2 ഇടയിൽ താഴത്തേക്ക് ഒരു ലൈൻ വരച്ചു കൊടുത്തില്ല. ആ ലൈൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആ ലൈനിൽ 4 ചെറിയ കട്ട് ബീഡ് ഇട്ട് കൊടുക്കുക. ആദ്യം 4 ചെറിയ ഒരു കട്ട് ബീഡ് വീതം 4 ഇട്ട് കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഒരു വലിയ കട്ട് ബീഡ്, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത ആ ഒരു സൈസ് വലിയ കട്ട് ബീഡില്ലേ, ഞാനിപ്പോൾ എല്ലാം എടുത്തിട്ടില്ല ആൻറ്റീക്കിൻ്റെ ആണ് കേട്ടോ. ഇത് എടുത്തിട്ടില്ല, ബീഡ്സൊക്കെ ആൻറ്റീക്കിൻ്റെ ആണ് എടുത്തിട്ടില്ല. വലിയൊരു ബീഡ്സ് ആൻറ്റീക്കിൻ്റെ ഇട്ട് കൊടുക്കുക, കട്ട് ബീഡ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ താഴത്തെ സീക്വൻസും കൊണ്ട് വെച്ചിട്ട് സ്ട്രെയിറ്റ് കൊടുക്കുക. അതിന് ശേഷം 2 സൈഡിലേക്ക് കൊടുക്കുന്നില്ല, ആ 2 സൈഡിലേക്ക് കൊടുക്കുന്നതും ഈ ആൻറ്റീക്കിൻ്റെ തന്നെ വലിയ സൈസ് കട്ട് ബീഡ്, 2 സൈസ് കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. ചെറിയ സൈസും വലിയ സൈസും രണ്ടിനും ആവശ്യമാണ്. സൈഡിലേക്ക് 2 കൊടുക്കുന്നത് വലിയ സൈസ് കട്ട് ബീഡാണ്. നമുക്ക് താഴത്തെ സ്പ്രെഡ് ചെയ്തിട്ടില്ല ആ ഡിസൈൻ ചെയ്യുക. അതിന് വേണ്ടി സെൻറ്ററിൽ കുറച്ച് വലിയ സൈസ് ബീഡ്സാണ് കേട്ടോ കൊടുക്കുന്നത്. വലിയ സൈസ് ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തതിന് ശേഷം അതിന് ചുറ്റും ഷുഗർ ബീഡ് വെച്ചിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സൂചി നൂലും ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സൂചി മുകളിലോട്ട് എടുത്തിട്ട് അത് റൗണ്ട് ഫുള്ളാവാൻ വേണ്ടിയിട്ട് എത്ര ഷുഗർ ബീഡ് വേണം അത്രയും ഷുഗർ ബീഡ്സ് ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇടയിലിടയിൽ ലോക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പാരി വർക്കിൻ്റെ ഇത് നീഡിലുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് 2 or 3 ഷുഗർ ബീഡ് ഇതുപോലെ ഒന്നിച്ച് കൊടുത്തിട്ടാണ് ഓരോ സ്റ്റിച്ചും ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് വർക്കിൻ്റെ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചത്. ഇനിയിപ്പോൾ ഈ ഹാൻഡ് വർക്ക് ചെയ്ത് ഈ ഡ്രസ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക, നെക്കൊക്കെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള വീഡിയോ ഞാൻ വേറെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ആരി വർക്ക് ക്ലിയർ അല്ല, സൂചി നൂലുകൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത വീഡിയോസ് സൂചി നൂലുകൊണ്ട്
വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ലാസ്റ്റ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് ഉണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.